അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ എൻ്റെ ബി എമ്മിനൊന്നും തൊട്ടിട്ട് പോലുമില്ല ഗൈസ്. എൻ്റെ പാവം ബി എം ഗൈസ്. നമുക്കൊന്ന് ഈ BMW ബൈക്കൊന്നും എടുത്തുനിന്ന് ഓടിക്കാം. കുറേ കാലം ഓടിച്ചിട്ട് ബൈക്കിൻ്റെ ബാറ്ററിയൊക്കെ ഡൗൺ ആയെന്ന് തോന്നി. ഞാൻ ഉന്തി നീക്കാം ഗൈസ്, അതാണ് നല്ലത്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ BMW ബൈക്ക് ഇപ്പോഴും പുലിയായിട്ട് ഓടണണ്ടില്ലേ. അന്ന് എന്ത് വലിയ ആക്സിഡൻ്റാണ് ഗൈസ് ഉണ്ടായത്. നമുക്കെന്നാലും ഇന്ന് ഈ വണ്ടി ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. ഈ വണ്ടി കുറേ കാലം എടുത്തിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കാം. നമ്മൾ ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ടും പോണിരുന്നു. അപ്പോഴാണ് ഒരു പാണ്ടി ലോറി വന്ന് നമ്മൾ ഇടിച്ചത്. ഒന്നൊന്നര ഇടിയായിരുന്നു. എൻ്റെ കാലാണെങ്കിൽ അന്ന് ഒരൊറ്റ ഒടിഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഭയങ്കര സ്പീഡിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ആ സ്പീഡാണ്, ഒന്നൊന്നര സ്പീഡ്. എനിക്ക് ഇപ്പോഴും ആ പവറുണ്ട്. പിന്നെ ഞാൻ ഫ്ലാഷായി. നമുക്ക് ബൈക്കിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യാം. നമുക്ക് വീലൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ R15 വീൽ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് റിം കളർ ഗൈസ്. എല്ലാവരും ചെയ്യണ പോലെ ബ്ലാക്ക് റിം ഇടാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ബ്ലാക്ക് റിം എന്തിനാ. ബ്ലൂ റിമ്മ്, ഫ്ലൂറസെൻ്റ് പച്ച റിമ്മ്. അതിരിക്കട്ടെ, പച്ച റിമ്മ്. ബോഡി കളറ് നീലിട്ടാല, അല്ലെങ്കിൽ ഇരുന്ന കളർ തന്നെ ഇരിക്കട്ടെ. നൈട്രോസ് അങ്ങോട്ട് കയറ്റാം. നൈട്രോ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. സ്മോക്കൊക്കെ നമ്മൾ മുമ്പ് ചെയ്യുമോ. ബോഡി കളർ വേണ്ട, ഗ്ലാസ് കളർ. ഗ്ലാസ് ഇത്തിരി വൈബാക്കാൻ വേണ്ടി ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ പരിപാടി കഴിഞ്ഞു. സ്റ്റിക്കർ വർക്ക് ചെയ്യണം ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ സ്റ്റിക്കർ വർക്ക് ചെയ്യും ഗൈസ്. സ്റ്റിക്കർ വർക്കും കൂടി ചെയ്യാം. റിമ്മിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. റിം കളറും കൂടി ഒന്ന് പഴമലാക്കാം. സ്റ്റിക്കർ റൈറ്റ് ഇവിടെ സ്റ്റിക്കർ ഇവിടെ വന്നു. എന്താണ് ഗൈസ്, അവിടേക്ക് പോയാൽ അവിടെ വേണ്ട. ഫ്രണ്ട് ഗൈസ്, ഫ്രണ്ടിൽ ഏതെങ്കിലും കിട്ടില്ല സ്റ്റിക്കർ ഒട്ടിക്കുക. ഇത് വേണ്ട. ഇതിരിക്കട്ടെ ഈ സ്റ്റിക്കർ. ഗൈസ്, ഇപ്പോഴും വേണ്ടി ചപ്പറീൻ്റെ വണ്ടി പോലെയല്ല ഡിഫോൾട്ട്. എല്ലാം നമുക്ക് വീൽസ് നമുക്ക് ഡിഫോൾട്ട് ഇടാം, അതാണ് നല്ലത്. സ്റ്റോക്ക് റിമ്മൊക്കെ ഇടും. വേറെ റിംസ് ഒന്നും മാച്ച് ആണല്ലോ ഈ വണ്ടിക്ക്. പിന്നെ സ്റ്റോക്ക് റിമ്മ് ഇട്ടിട്ടുണ്ട്. ബൂസ്റ്ററും ബ്രേക്കുമാണ് നമ്മുടെ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ്. പിന്നെ നല്ല പവറുണ്ട് വണ്ടിക്ക് ഇപ്പം. കണ്ട ഗൈസ്, കിടിലം പവറല്ലേ വണ്ടീൻ്റെ. ഗൈസ്, ഇത്രയും സ്പീഡിൽ ഞാൻ ഇതുവരെ ബൈക്ക് ഓടിച്ചിട്ടില്ല ഗൈസ്. ഷിൻജാൻ്റെ അടുത്തൊന്നും പറയണ്ട ഗൈസ് ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത കാര്യം. എന്നാലും കിടിലം വണ്ടിയാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ബൈക്കിനോടൊരു ക്രേസ് ഉണ്ട്. ഇത് നമുക്കൊരു കിടിലം ബൈക്കിലോട്ട് മേടിച്ചാലോ. ഈ ക്രേസ് നമുക്ക് കളയണേ മുമ്പ് കിടിലം ബൈക്ക് മേടിക്കാം. നമ്മുടെ കാർ ക്രേസ് പോലെ തന്നെ നമുക്ക് ബൈക്കിനോടും ക്രേസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കിടിലം ബൈക്ക് മേടിക്കാൻ വേണേ. കവാസാക്കി അല്ലെങ്കിൽ യമഹ, രണ്ടിലേതെങ്കിലും എടുക്കും. യമഹ അല്ലെങ്കിൽ കവാസാക്കി H2R പിന്നെ ZX10R ആണ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്ന മോഡൽ. പിന്നെ ഞാൻ യമഹ ആണെങ്കിൽ R15 അല്ലെങ്കിൽ MT-15 എടുക്കും. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൽ നമുക്ക് നമ്മുടെ ഷോപ്പ് വരെ പോവാം കവാസാക്കി എടുക്കാനായിട്ട്. പക്ഷേ ഈ റോയൽ എൻഫീൽഡ് എടുത്തിട്ട് കുറേ കാലം ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് പോകണ ഒരു ഒറ്റ വണ്ടി മാത്രം ഉള്ളു. ഇതാണ് ഈ റോയൽ എൻഫീൽഡ് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഈ റോയൽ എൻഫീൽഡും വെച്ച് നേരെ ഷോപ്പിലോട്ട് പോകണാണ്. റോയൽ എൻഫീൽഡിന് അത്യാവശ്യം പവറുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഷോപ്പ് എത്തും. നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് റോയൽ എൻഫീൽഡിൻ്റെ. നമ്മുടെ പിഞ്ചാനും ഡോറിമോനും ടവറൊക്കെ കൂടി വില്ലേജിൽ പോയേക്കണതാണ്, അതാണ് പ്രശ്നം ഗൈസ്. നമുക്ക് വണ്ടി ഇടിച്ചില്ല. ഇവിടെ ഇരിക്കട്ടെ. അകത്തുനിന്ന് നമുക്ക് പുതിയൊരു വണ്ടി മേടിക്കാം. നമ്മൾ മേടിക്കാൻ വന്ന വണ്ടി തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ,
ഹയാബൂസ് എടുക്കണം. ഹയാബൂസ് എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടല്ല. ഡ്യൂക്ക് ഉണ്ട്, സ്പ്ലെൻഡർ, പൾസർ, ബുള്ളറ്റ്, എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ BMW. വേറെ ഏത് വണ്ടി എടുക്കും? പൾസർ വേണ്ട ഗൈസ്, സ്പ്ലെൻഡറും വേണ്ട. KTMൻ്റെ RC എടുത്താൽ RC എടുക്കാം. RC ഇത്രയും ഗൈസ്, RC എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, അതുകൊണ്ട് ഞാൻ RC ആണ് എടുത്തത്. യമഹ എടുത്തില്ല, മറ്റേത് എടുത്തില്ല. ഒറ്റ മൈൻഡ് നമ്മൾ RC 390 അവിടെ എടുത്ത്. KTM കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് വേറെതായി. താങ്ക്സ് ഏട്ടന്മാരെ. KTM കിടിലം വണ്ടിയാണ് ഗൈസ്. KTM തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കിടുക്കാച്ചി വണ്ടി. KTM കണ്ട ഗൈസ്, ലുക്ക് കണ്ട KTMത്തിൻ്റെ. KTM പൊളി, കിടിലം KTM. KTMത്തിൻ്റെ ബാക്കിന് ഇത്തിരി സസ്പെൻഷൻ കുറക്കാനുണ്ട് ഗൈസ്. ബാക്ക് ഇത്തിരി ഓവർ സസ്പെൻഷൻ ഉള്ള പോലെ തോന്നാനുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം ഗൈസ്. മോഡിഫിക്കേഷൻ ചെയ്യാം ഗൈസ്. ഈ വണ്ടിൻ്റെ ഹൈറ്റ് ഇത്തിരി കൂടുതലാണ്, അതാണ് ശോകമായത്. ഹൈറ്റ് നമുക്ക് ബാക്കിൽ മാത്രം കുറച്ചാൽ മതി, ഫ്രണ്ടിൽ കുറക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കത്തിച്ചു പോകാം. യുഹൂ ഗൈസ്, ഇപ്പം നമ്മൾ മഴയത്ത് കൂടി വണ്ടി ഓടിക്കുകയാണ്. അന്ന് മഴയത്തൊന്നും അല്ല വണ്ടി ഓടിച്ചത്, നല്ല സണ്ണി ആയപ്പോൾ. എന്നിട്ടും ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ നമുക്ക് നേരെ കത്തിച്ചു പോകും. ഇപ്പോൾ പിന്നെ ഞാൻ ഇത്ര സ്പീഡിൽ പോയിട്ട് പാണ്ടി ലോറീനെ ഇടിച്ചേനെ. എൻ്റെ പൊന്നോ, അന്നത്തെ സെയിം ഇടിപ്പം ഇടിച്ചേനെ. ജസ്റ്റ് ഈസാണ് രക്ഷപ്പെട്ട്. അന്നത്തെ സെയിം ഇടി. വണ്ടി നമുക്ക് അങ്ങോട്ട് മോഡിഫിക്കേഷൻ്റെ ഇത് പരിപാടിയാണ് ഗൈസ്. ബാക്കിൽ സസ്പെൻഷനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇവിടെ സസ്പെൻഷൻ ഗൈസ്, വീല് സസ്പെൻഷൻ. ബാക്ക് ഫ്രണ്ട് വേണ്ട, ബാക്ക് മതി. ഫ്രണ്ട് തിരികട്ടെ ഗൈസ്. ഫ്രണ്ട് സസ്പെൻഷൻ നല്ലോണം കൂട്ടിയാലോ ഗൈസ്. ഇരിക്കട്ടെ ഗൈസ്. ബാക്ക് സസ്പെൻഷൻ 1.5 കൂട്ടൽ കൂട്ടിയാലേ ചപ്പറി വണ്ടിയായി പോകും. ബാക്കിൽ ഫുള്ള് കുറക്കാം. ഫ്രണ്ടിൽ ഇത്തിരി കൂടുതലിരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഫ്രണ്ടിലും വേണ്ട ബാക്കിലും വേണ്ട, ഡിഫോൾട്ടും വേണ്ട. ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷൻ വരാനുണ്ട്. വീൽസ് അത്യാവശ്യം ഇതിന് പറ്റിയ മോഡല് ഓറഞ്ച്. നമുക്ക് ഇത് എടുത്തിട്ട് വീൽ കളർ ഓറഞ്ച് അങ്ങോട്ട് ഇടാം. വീൽ കളർ ഓറഞ്ച്. ഓ ഗായ്സ്, ഈ കളർ കിട്ടുക കേട്ടോ. വീൽസിൽ വേറെ കളറ് വേറെ ഇട്ടിട്ട് ഓറഞ്ച് ആണെങ്കിൽ ഇത് വേണ്ട ഗൈസ്. ഇതാണ് സ്റ്റോക്ക് വേണ്ട ഗൈസ്. ഇത് തന്നെ കിടക്കട്ടെ വീല്. പിന്നെ ഗ്ലാസിൻ്റെ കളർ ബ്ലാക്ക്. ബോഡി കളറാണല്ലോ, ബോഡി കളർ പഴയ തന്നെ മതി. ഗ്ലാസ് കളർ ബ്ലാക്ക് അടിച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട, ഗ്ലാസ് കളർ ഡിഫോൾട്ട് ഇടാം. ഗ്ലാസ് കളർ ബ്ലാക്ക് ആക്കിയിട്ട് അലമ്പാണ്, ചേരണില്ല. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രേക്സ് സ്പോട്ട് ഇടാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ RC മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. RCൻ്റെ സൈലൻസറിൻ്റെ ഇത് കണ്ട പൈപ്പ് കിടുകയല്ലേ ഗൈസ്. സൈലൻസറൊക്കെ ഇൻവിസിബിളായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് RCയിൽ. നീ കണ്ടോട്ടോ, കണ്ട നമ്മുടെ RCന്ന് തീവനത എവിടെ നിന്നാണ് കണ്ട ഗൈസ്. RC ഞാൻ നൈട്രോ ഇട്ടിട്ട് കണ്ട തീവന കണ്ട. ഇനി നൈട്രോ റീഫില്ലാൻ ഇത്തിരി ദൂരം ഓടിക്കണം. ഗൈസ് ചെറുതായിട്ടൊന്ന് തട്ടി, കുഴപ്പമില്ല. എന്നാലും കിടുവായിട്ടാണ് ഗൈസ് പോണത്. ഈ സ്റ്റെപ്പ് RC കയറോ? സ്റ്റെപ്പും കയറുമല്ലേ ഗൈസ്. ഇനി അടുത്ത് നമുക്ക് സ്പ്ലെൻഡർ എടുക്കാം. സ്പ്ലെൻഡർ എടുത്താലാന്നാണ് ഞാൻ ആലോചിക്കണത്. സ്പ്ലെൻഡർ വേണമെങ്കിൽ എടുക്കാം. സ്പ്ലെൻഡർ എടുത്തിട്ട് ഫ്രണ്ട് സസ്പെൻഷൻ നല്ലോണം കൂടെ കൂട്ടി വെച്ചാൽ മതി, കിട്ടുന്ന ലുക്കായിരിക്കും. നമ്മുടെ RC 390 കയറ്റി ഇടാം. നമ്മുടെ 2 കിണ്ണം കാച്ചി വണ്ടികളും ഇവിടെ വെച്ചിട്ടുണ്ട്. കിടിലം ബൈക്കല്ലേ.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.